കെട്ടിടങ്ങളോ വീടുകളോ നിൽക്കുന്നവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കും. ഒരു ലിസ്റ്റിന്റെയും പേടി വേണ്ട. ഫസ്റ്റ് ഫേസ് വന്നപ്പോ സെക്കൻഡ് ഫേസിൽ പേടി. ഞങ്ങൾ പറഞ്ഞു 2 ലിസ്റ്റും ഉള്ളവരും ഒരുമിച്ചാണ് താമസിപ്പിക്കുക. ഇപ്പൊ ഞാൻ പറയുന്നു, ഫസ്റ്റ് ഫേസിലെ പേരുള്ളവർ, 2A ലിസ്റ്റിൽ പേരുള്ളവർ, 2B ലിസ്റ്റിൽ പേരുള്ളവർ, അവരെ പൂർണ്ണമായും ഒരുമിച്ചായിരിക്കും പുനരധിവസിപ്പിക്കുക. നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നിയമസഭയ്ക്ക് ഉറപ്പുകൊടുത്തതുപോലെ ഈ വർഷം തന്നെ, ഈ സാമ്പത്തിക വർഷം തന്നെ പുനരധിവസിപ്പിക്കേണ്ട മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാറുള്ളത്. ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയുമുണ്ട്. അതെല്ലാം എല്ലാവർക്കും നടത്താൻ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വളരെ സങ്കടകരമായ കാര്യം, ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്കും ആരും പോകരുത് എന്നാണ് എൻ്റെ. മഹാഭൂരിപക്ഷം ആളുകളുടെയും അപേക്ഷ കടങ്ങൾ എഴുതി തള്ളാനാണ്. കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നൊരു യോഗം ചേർന്ന് ഒറ്റ പേപ്പറിൽ ഒരു പ്രമേയം പാസാക്കിയാൽ മാത്രം മതി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് 2005 ലോകസഭ പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ 13 അനുസരിച്ച്